നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീട്ടൂര പറക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ മത്സരിപ്പിക്കില്ല എന്ന് കോൺഗ്രസും ഒരു വിഭാഗമായിട്ട്, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം, BJP, പിന്നെ CPM, ഇവരെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ ചോദ്യം പാലക്കാട്ടത്തെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോടും രാഹുൽ മാങ്കൂട്ടത്തെ ഭർഷിക്കുന്നവരോടും ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. പാലക്കാട് മിക്കവാറും എല്ലാ വീടുകളിലും രാഹുൽ മാങ്കൂട്ടം കയറി ഇറങ്ങിയിട്ടുമുണ്ട്, ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, അയാൾക്ക് നല്ല സ്വീകരണം കിട്ടുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പാലക്കാട് മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു ആണിനോട്, ഒരു കുടുംബത്തോട് അയാളുടെ വോട്ട് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏത് രാഷ്ട്രീയക്കാരൻ്റെ ആയാലും ആരുടെയായാലും അയാളുടെ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തോട് എന്തെങ്കിലും ഒരു മോശം വാക്ക് അയാൾ പറഞ്ഞതായിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിൽ നിങ്ങൾ അതിന്റെ വീഡിയോ ലിങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, എനിക്കൊന്ന് മാറ്റി പറയാനാണ്. അതുപോലെ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ കമന്റായി ഒന്ന് പോസ്റ്റ് ചെയ്യണം, എനിക്കൊന്ന് മനസ്സിലാക്കാനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അയാള് പെണ്ണ് പിടിച്ചു എന്ന് പറയുന്നതാണോ? ആണോ? പെണ്ണ് പിടിച്ചു എന്ന് തെളിയിക്കാൻ ആ പരാതി കൊടുത്തവർക്ക് പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതും കൂടെ ഒന്ന് ക്ലാരിറ്റി ചെയ്ത് പോകണമല്ലോ. എന്തിനാ ആ പെണ്ണുങ്ങൾ പരാതി കൊടുത്തത്? ആ പെണ്ണുങ്ങൾ പരാതി കൊടുത്തത് അവരെ മുഖം ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എന്തിനാ അവരുടെ ഭർത്താക്കന്മാർ കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുള്ളത്? അവരുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കില്ല. ഇനി എത്ര തവണ മറ്റവന്റെ കൂടെ കടന്നു എന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ അഴിഞ്ഞാടി എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇതൊന്നും ഒരു കാലത്ത് എവിടെയും പുറത്തു വരാനും പോകുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല, ആരാണെന്ന് പോലും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പെണ്ണിനെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പരാതി കൊടുത്ത് അതിന്റെ പേരിൽ കോടികൾ വാങ്ങാൻ ആ കെട്ടിയോനും, ഇനി അതിനുവേണ്ടി ഏത് രീതിയിൽ നിന്നു കൊടുക്കാൻ ആ പെണ്ണിനും ഒരു മടിയുമില്ല. ഇതന്നല്ലേ വാസ്തവം. ഇത്തരത്തിലുള്ള ഇവിടെ പീഡന കഥകൾ പൊങ്ങി വരുന്നത് പോക്സോ കേസുകളായാലും. അതായത് ആരാണ് പരാതിക്കാരി എന്ന് ഇവിടുത്തെ നിയമ സംവിധാനം വെച്ചിട്ട് പുറത്തറിയില്ല. മൈനർ ആണെന്നുണ്ടെങ്കിൽ ആരാണ് പരാതിക്കാരൻ എന്ന്, അല്ലെങ്കിൽ ആരാണ് ഇര എന്ന്, ഇവിടെ ഇര എന്ന് ഇരപ്പട്ടം ചാർത്തി കൊടുക്കുന്നത് എന്ന് ഇവിടെ പുറത്തു വരില്ല. അതുകൊണ്ടാണ് ഇവിടെ അത്തരത്തിലുള്ള കേസിൽ വരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ബന്ധപ്പെട്ട സ്ത്രീകളും അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? അതാണ് ചോദിക്കുന്നത്. അവർ പരാതി കൊടുത്തിട്ടുണ്ട്, ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അവരാരാണെന്ന് നമുക്ക് വല്ലതും അറിയുമോ? ഇല്ല. എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അതൊന്നും പുറത്തു വരില്ല. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും ആരെക്കുറിച്ചും ആർക്ക് വേണമെങ്കിലും ഒരു പെണ്ണ് കേസോ പീഡന കേസോ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പണം പോയി, അവന്റെ കുടുംബം പോയി, അവന്റെ രാഷ്ട്രീയം പോയി, അവന്റെ എല്ലാം പോയി. അവളുമാർക്ക് വല്ലതും പോവുമോ? ഒന്നും പോവില്ല. 5 പൈസ ചെലവില്ല, 1 റുപ്യയിലും പോവില്ല. ഒക്കെ സർക്കാർ നോക്കിക്കോളും. അതിന്റെ പേരിൽ മറ്റവന്റെ കുടുംബജീവിതം തകർന്ന്, അവന്റെ സാമ്പത്തികം തകർന്ന്, അവൻ കേസും പറഞ്ഞ് കോടതിയിലും സുപ്രീം കോടതിയിലും കയറി ഇറങ്ങി അവന്റെ സകല സമ്പാദ്യവും പറ്റുമെങ്കിൽ കടം വാങ്ങിയിട്ട് കുടുംബം വിറ്റും അവൻ കേസ് നടത്തണം. അതുകൊണ്ട് തന്നെയല്ലേ, അതായത് അപ്പോഴും അവള് ഈ കള്ളക്കേസാണ് കൊടുത്തതെന്നെങ്കിലും അവള് സുരക്ഷിതമാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നത്, കേസ് കൊടുത്തത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഇപ്പൊ തെളിഞ്ഞു വരുന്നത്. കാര്യം തെളിയില്ലേ, കേസ് തെളിയുന്നില്ലല്ലോ, പീഡനമല്ലല്ലോ. ഇനി ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറഞ്ഞാൽ പോലും രാഹുലിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ പീഡനം നടന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. പാലക്കാടത്തെ ഞാൻ പറഞ്ഞ ആ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അയാളുടെ മണ്ഡലം ഏതാ? പാലക്കാട്. ആ പാലക്കാട് മണ്ഡലത്തിലെ അയാൾക്ക് വോട്ട് കൊടുത്തിട്ടുള്ള, അയാൾ ബന്ധപ്പെട്ടിട്ടുള്ള, അയാൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ആർക്കെങ്കിലും അയാളെ കുറിച്ച് പരാതി ഉണ്ടോ? രാഷ്ട്രീയ എതിരാളികൾക്കും അയാൾക്കെതിരെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവിടുത്തെ സാധാരണക്കാർ, സാധുക്കൾ, കോൺഗ്രസ്സുകാരും BJPക്കാരും CPMകാരും അല്ലെങ്കിൽ അവരുടെയൊക്കെ കീഴിൽ നിൽക്കുന്ന വോട്ടർമാരായിട്ടുള്ള സാധാരണക്കാർ, അവരാരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും പറയില്ല. അപ്പോൾ അയാൾ അവിടെ പാലക്കാട് മത്സരിച്ചതിന് എന്താണ് കുഴപ്പമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.